ഏത് BJP തരംഗത്തെയും അതിജീവിക്കുമെന്ന് ഉറപ്പിച്ച സ്ഥലമായിരുന്നു ഛത്തീസ്ഗഡ്. അവിടുത്തെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗാൽ അത്രയും ജനപ്രിയനായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഭൂപേഷ് ബാഗാൽ അവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. ഛത്തീസ്ഗഡിലെ 11 ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. അവിടെ രാഷ്ട്രീയപരമായി കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ 11-ൽ 9 മണ്ഡലങ്ങളും കോൺഗ്രസിന് നഷ്ടമായി. ആകെ 2 മണ്ഡലങ്ങൾ മാത്രമേ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇക്കുറി ബാഗാലിൻ്റെ മേൽനോട്ടത്തിൽ കോൺഗ്രസ് 11ഇടത്തും അതിശക്തമായ മത്സരമാണ് നടത്തുന്നത്. എല്ലാ മേഖലകളിലും ഒരു സമ്പൂർണ്ണാധിപത്യം നടത്താനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. ദന്തേവാഡയിലും ബാസ്താറിലുമൊക്കെയുള്ള കോൺഗ്രസിൻ്റെ അനുകൂല സ്വഭാവം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി തന്നെ ഏറ്റവും മികച്ച രീതിയിലേക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ ഉതകുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. രാഹുൽ ഗാന്ധി നിരവധി തവണ സന്ദർശിച്ച മേഖലയാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൻ്റെ സമഗ്ര വികസനം നടന്നത് രമൺ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തല്ല. ഭൂപേഷ് ബഗാൽ 2018 മുതൽ 23 വരെ ചെയ്ത നിതാന്തമായ പരിശ്രമമാണ് ഇന്നീ കാണുന്ന ഛത്തീസ്ഗഡിനെ വികസിത സംസ്ഥാനമാക്കി മാറ്റിയത്. അതിൽ BJPക്കാർക്ക് പോലും ഭിന്നാഭിപ്രായമില്ല. ഇപ്പോൾ അവിടെ വിഷ്ണുദേവ് സായിയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം പോലും തുറന്നു പറയുന്നുണ്ട് ഭൂപേഷ് ബഗാലിൻ്റെ കഴിവെന്താണ് എന്നുള്ളത്. ഭൂപേഷ് ബഗാൽ മന്ത്രിസഭയുടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് 5 കൊല്ലവും തുടർന്നത്. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ കോൺഗ്രസിനകത്ത് തന്നെ നിർണായകമായ ചരടുവലികൾ നടന്നിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ജനപ്രിയത കൊണ്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് AICC നേതൃത്വത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. AICC പുതിയ ദൗത്യമാണ് ബാഗാലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത്. മധ്യപ്രദേശിൻ്റെ അതിർത്തി മേഖലയിലേക്ക് കിടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് സമ്പൂർണ്ണാധിപത്യമാണ്. എന്നാൽ അത് തിരിച്ചു പിടിക്കുക അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമല്ല എന്ന് ബാഗാൽ മാധ്യമങ്ങളോട് പറയുന്നു. ചിട്ടയായ പ്രവർത്തനവും ഐക്യകണ്ഠേനുള്ള തീരുമാനവുമായിരിക്കും കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുക എന്ന് ബാഗാൽ അവകാശപ്പെടുന്നു.